ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഉഴുന്ന് വെള്ളത്തിലിടേണ്ട, മാവ് പുളിക്കാൻ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് പെട്ടെന്നുള്ള നല്ല ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരു ജാർ എടുത്തു, അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 7-8 ചെറിയുള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബൗൾ തിരിങ്ങിയ തേങ്ങയും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഇതൊന്ന് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായി ഒന്ന് ആട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ അരച്ചു വെച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത്